നമസ്കാരം. ഇത് ജീപ്പിൻ്റെ മെറിഡിയനാണ്. ഗ്രാൻഡ് ചെറോക്കിയുടെ രൂപഭാവങ്ങൾ പേരുന്ന ഒരു SUV. ശരിക്കും ജീപ്പിൻ്റെ ആ ഒരു ഇന്ത്യയിലെ മെയിൻ താരം എന്ന് പറയുന്നത് കോമ്പസാണ്. പക്ഷേ കോമ്പസിന് 5 സീറ്റുകളുള്ളൂ. മെറിഡിയൻ അങ്ങനെയല്ല, ഇതിന് 5 സീറ്റുകളല്ല, ഇതിന് 5-7 സീറ്റുകളുടെ വേരിയൻ്റ് ഉണ്ട്. ഇത് മോഡൽ ഇയർ 2025 ആണ്, 2024 വന്നിട്ടുള്ള മോഡൽ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. 4 വേരിയൻ്റാണ്. ഏറ്റവും കൂടിയ വേരിയൻ്റായിട്ടുള്ള ഓവർലാൻഡാണിത്. 25 ലക്ഷം രൂപയിൽ തുടങ്ങുന്ന എക്സ്ഷോറൂം പ്രൈസുള്ള ഈ വണ്ടി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കിന് ഏകദേശം 28 ലക്ഷം വരെ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജീപ്പ് മെറിഡിയൻ എന്ന് പറയുന്നത് 7 സീറ്റ് വാങ്ങേണ്ടുന്ന ഒരാൾക്ക്, അതായത് 7 സീറ്റ് വേണ്ടുന്ന ഒരാൾക്ക് കോമ്പസിന് പകരം നോക്കാവുന്ന ഒരു വണ്ടിയാണ്. സെയിം എഞ്ചിനൊക്കെ തന്നെയാണ്. എന്തായാലും രൂപഭാവങ്ങളിൽ വലിയ മാറ്റങ്ങളില്ലാത്ത ഈ ഒരു ജീപ്പ് മെറിഡിയന് അകത്ത് കാര്യമായിട്ട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിൽ എല്ലാ ദിവസവും നമുക്കിന്ന് ഈ ഒരു വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. രൂപത്തിൽ മാറ്റങ്ങളില്ല എന്ന് പറയുമ്പോഴും ശരിക്കും ഈ ഒരു ജീപ്പിൻ്റെ തനതായിട്ടുള്ള ഗ്രില്ലും, ആ ഗ്രില്ല് പുതിയതാണ്. ഗ്രില്ലിൻ്റെ മുകളിൽ ആ ഒരു എലമെൻറ്റുകളും താഴെ കാണുന്ന ആ ഒരു പാറ്റേണും പ്രൊജക്ടർ ഹെഡ് ലാംപ്സും ഫോഗ് ലാംപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ വണ്ടിയെ കുറച്ചുകൂടി ഒരു എന്താ പറയുക സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് നിരത്തിൽ. ഇപ്പോൾ ബോണറ്റിൻ്റെ മുകളിലുള്ള ക്രീസിങ്ങുകളാണെങ്കിലും അതല്ല ഈ ബോണറ്റിൻ്റെ മുകളിൽ കാണുന്ന ഈ ലൈനുകളാണെങ്കിലും എല്ലാം തന്നെ ഈ വണ്ടിയുടെ പ്രത്യേകമായിട്ട് പറയാം. വലിയ ഗ്ലാസ് ഏരിയയാണ്, പനോരമിക് സൺറൂഫുണ്ട്, റൂഫ് റെയിൽസ് ഉണ്ട്. ഈ വശങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കോമ്പസിനേക്കാളും കുറച്ചും കൂടി കാണാൻ ഭംഗിയും കുറച്ചും കൂടി ആ ഒരു ആഢ്യത്വവും തോന്നുന്നൊരു റൂമായിട്ട് ശരിക്കും ഈ ഒരു മെറിഡിയനെ മാറ്റുന്നത്. തീർത്തും 3 റോ SUV എന്ന നിലയ്ക്കുള്ള വലുപ്പം അതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ആ ഒരു ക്ലാഡിങ്ങിനൊക്കെ തന്നെ ബോഡി കളറാണ്. മെറിഡിയൻ എന്നുള്ള ആ ഒരു പേര് പിന്നിൽ കാണാം. വലിയ വീലാണ്. എന്ന് പറയുന്നത് ആ ഒരു ഭംഗിയുള്ള വീലാണെന്ന് പറയാം. ഇതിൻ്റെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളൊക്കെ തന്നെയാണ്. പിന്നെ ഈ വീലിൻ്റെ ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ വലുപ്പം കണ്ടില്ലേ, 235/55 18 15 വീലാണിത്. പിന്നെ മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ റിക്കർ സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിക്ക് 360 ഡിഗ്രി വ്യൂ ക്യാമറ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്രോമിൻ്റെ ഒരു ചെറിയ ഇൻസെർട്ടുകളൊക്കെ വശങ്ങൾ കാണാം. ഡാർക്ക് ക്രോമാണ്, പക്ഷേ മുകളിൽ ഡാർക്ക് ക്രോമും താഴത്ത് സാധാ ക്രോമാണ്. പിന്നെ അലുമിനിയം ഫിനിഷ് റൂഫ് റെയിലുണ്ട്. ഇതാണ് ആ ഒരു പനോരമിക് സൺറൂഫ് എന്ന് പറയുന്നത്. പിയാനോ ബ്ലാക്കിൻ്റെ ഫിനിഷുണ്ട് ഇഷ്ടം പോലെ. ഇപ്പോൾ ബി പില്ലറാണെങ്കിലും സി പില്ലറാണെങ്കിലും അതുപോലെ ഡി പില്ലറാണെങ്കിലും എല്ലാം ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ഡുവൽ ടോൺ കൂടിയാണ് ഈ വണ്ടി എന്നുള്ളതാണ്. ഈ ജീപ്പ് മെറിഡിയൻ കോമ്പീറ്റ് ചെയ്യുന്നത് ഫോർച്യൂണറായിട്ടും അതുപോലെ ഗ്ലോസ്റ്റായിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട ആ ഒരു മൾട്ടിജെറ്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് ആ ഒരു DEF ആഡ് ബ്ലൂവിൻ്റെ ഓപ്പണിംഗ് കാണാം. ഈ ഒരു ഡീസലിൻ്റെ കണ്ടോ, ഇത് തുറക്കല്ല ചെയ്യുക, പ്രസ് ചെയ്യുക, വ്യത്യാസം കണ്ടില്ലേ. അതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ആ ഒരു ജെറിക്കാൻ്റെ പിക്ചറുണ്ട്. കുറേ ഈസ്റ്റർ എഗ്സ് കൂടി വണ്ടിക്കകത്തുണ്ട്. ഇതൊക്കെ ജീപ്പിൻ്റെ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ജീപ്പ് മെറിഡിയൻ്റെ പിൻവശം എനിക്ക് തീർത്തും ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ലൈറ്റുകളൊക്കെ, ക്രിസ്റ്റൽ ലൈറ്റുകളൊക്കെ. ഇതിന് മുകളിൽ ജീപ്പ് എന്നുള്ള ആ ഒരു നാമകരണമുണ്ട്. അതൊക്കെ ഒരുപാടായിട്ട് കാണാം. പിന്നെ ഇവിടെ ക്രോമുണ്ട്. ക്രോമിലും ജീപ്പിൻ്റെ ആ ഒരു കാര്യം കാണാം. ക്യാമറതാണ് ആ ഒരു വൈപ്പറിൻ്റെ അപ്പുറത്തുള്ള ഡീഫോഗർ. പിന്നെ ഈ ഒരു ഈസ്റ്റർ എഗ്, ഒരു ഫേസാണത്. ആരുടെയാണ് നിങ്ങൾ പറയൂ. മുകളിൽ കാണുന്ന ആ ലൈറ്റും ആ ഒരു വലിയ ആ ഒരു ഷാർക്ക് ഫിൻ ആനെ കാണാം. ഈ ഒരു ടെയിൽ ഗേറ്റ് എന്ന് പറയുന്നത് പവേർഡാണ്. സോ ഒറ്റ പ്രസ്സിൽ അങ്ങ് തുറക്കാൻ പറ്റും. താഴെയാണ് ഇതിൻ്റെ ആ ഒരു പ്രസ്സിങ്. അപ്പോൾ അങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതൊരു 3 റോ SUV ആയതുകൊണ്ട് തന്നെ ആ ഒരു ബാക്കിൽ 2 സീറ്റുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അങ്ങനെ നോക്കുമ്പോൾ ലഗേജ് സ്പേസ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ 5 സീറ്ററിന് ഈ സീറ്റില്ല. അപ്പോൾ അത്രയും ലഗേജ് സ്പേസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 5 സീറ്റിനേക്കാളും 7 സീറ്റാണ് നല്ലത്. കാരണം ഈ സീറ്റ് അങ്ങ് മറിച്ചിട്ടാൽ കിട്ടുന്ന ആ ഒരു സ്പേസ് ഉപയോഗിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ഈ ഒരു വണ്ടി 7 സീറ്ററായിട്ട് ഒക്കേഷനിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. ഒരു ഹുക്ക് ഇവിടെ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഇതാ ഒരു ഡോറ് അല്ലെങ്കിൽ ആ ഒരു ഹാച്ച് അല്ലെങ്കിൽ ആ ഒരു ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ബട്ടണാണ്. ഇവിടെ നമുക്ക് ആ ഒരു ട്രേ പൊക്കിയാൽ അത്യാവശ്യം വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നല്ല കാര്യമാണ്. ഇവിടെ ആ ഒരു ജാക്കും കാര്യങ്ങളൊക്കെ തന്നെ കാണാമെന്നുള്ളതാണ്. വളരെ ചെറിയ ഒരു ക്രോം ഇൻസെർട്ട് താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ക്രോമിൻ്റെ കാര്യമായിട്ട് പറയാം. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് മികച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹുമങ്കസ് ആയിട്ടുള്ളൊരു ജീപ്പാണ്. അപ്പോൾ ഈ ഒരു പുറത്ത് കാണുന്ന സ്പേസ് അകത്തുണ്ടോ ചോദിച്ച സംശയമാണ്. ഇപ്പോൾ 5 സീറ്റർ വന്നപ്പോൾ നമുക്ക് തോന്നിയായിരുന്നു ഓക്കെ, അപ്പോൾ പിന്നിലെ ആ ഒരു സീറ്റ് കുറച്ച് പിന്നാക്കം മാറി കാണുന്നു. പക്ഷേ മാറിയിട്ടുണ്ടാവില്ല. അത് ഈ ഒരു 7 സീറ്റർ പോലെ തന്നെയാണ്. അത് വെച്ചാൽ ആ ഒരു ലെഗ് സ്പേസൊക്കെ 5 സീറ്ററിനും അല്ലെങ്കിൽ 7 സീറ്ററിനും ഒരുപോലെയാണ് മിഡ് റോ. അതുകൊണ്ട് 7 സീറ്റർ വാങ്ങാനായിട്ട് ഒരു കാരണം കൂടിയായില്ലേ. പിന്നെ ഇതിനകത്ത് അഡാസ് വന്നപ്പോൾ തന്നെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഒന്നുകൂടി സെക്യൂർഡായി, ഒന്നുകൂടി സേഫായിട്ടുള്ള വണ്ടി ഒന്നുകൂടി സെക്യൂർഡായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഈ ഒരു ബ്ലാക്ക് ഇൻസെർട്ടും കൊള്ളാം. ഞാൻ ബോണ്ടും തുറക്കാൻ പോവാണ്. ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ജീപ്പിൻ്റെ ടർബോ ഡീസലാണ്. ഫിയറ്റ് മൾട്ടിജെറ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ സ്പെക്ക് ഞാൻ ഒന്നും കൂടി ഉറപ്പിച്ചു. കാരണം ഡീസലിലേക്ക് തെറ്റുപറ്റിയായിരുന്നു. അങ്ങനെ പറയുമ്പോൾ 167 ബ്രേക്ക് ഹോഴ്സ് പവറും 350 ന്യൂട്ടൺ മീറ്ററും അതാണ് സ്പെക്ക് എന്ന് പറയുന്നത്. എഞ്ചിൻ ബാക്ക് നീറ്റാണ്, ക്ലീനാണ്, കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇവിടെ ആ ഒരു പാഡൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റലേഷനൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിൻ ബേ ആണത്, നീറ്റായിട്ടുള്ള എഞ്ചിൻ ബേ ആണത്. ഇതിൻ്റെ കൂടെ ഒരു ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും മാനുവലും ആണുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാനുവൽ വേണമെങ്കിൽ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ ഈ ലൈറ്റിനകത്ത് കൊടുത്ത കുഞ്ഞു ആ ഒരു എലമെൻറ്റുകൾ കൊള്ളാം.
പെർഫോമൻസ് LED എന്നുള്ള ആ ഒരു ലെറ്ററിങ് കൊള്ളാം. അതൊക്കെ കൗതുകങ്ങളാണ്, അല്ലെങ്കിൽ ഈസ്റ്റർ പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് കുറച്ച് അകത്തൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ വൈപ്പർ ബ്ലേഡ് കണ്ടോ, അത് പുതിയ തരം വൈപ്പർ ബ്ലേഡാണ്. ഐ മീൻ ആ ഒരു എയറോഡൈനാമിക്സ് ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ വാഷർ ഉണ്ട് എന്നുള്ളതാണ്. എനിവേ അകത്തേക്ക് കയറാം. അകത്ത് കുറച്ചധികം മാറ്റങ്ങളുണ്ട്. പുതിയ ജീപ്പ് മെറിഡിയൻ്റെ ഈ ഒരു മോഡൽ, ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഈ ഒരു ലെതർ നോക്കിയേ. ഇത് വീഗൻ ലെതർ എന്നാണ് ജീപ്പ് പറയുന്നത്. വീഗൻ ലെതറാണ്, പക്ഷേ ഈ ഒരു കളർ തീം നല്ലതാണ്. ഇതിൽ അൽക്കൻഡാരയുടെ ആ ഒരു ഇൻസേർട്ടുകളുണ്ട്. നീറ്റാണ് കാര്യങ്ങളൊക്കെ. സീറ്റിന് 3 പ്രോപ്പർ സീറ്റ് ബെൽറ്റുകളുണ്ട്, ഹെഡ് റെസ്റ്റുകളുണ്ട്. പിന്നെ ഈ സീറ്റിൽ ചൈൽഡ് സീറ്റ് ലെതർ കാണാം. ഇവിടെ ആ ഒരു ഫ്രീ ഫോബേറ്റർ ആയിട്ടുള്ള ആ ഒരു ഫീതാണ്, ആ ഒരു ബേസാണ്. പക്ഷേ അതിനകത്ത് വെന്റിലേറ്റർ ഫംഗ്ഷൻ നമ്മൾ കണ്ടിട്ടില്ല. ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട്, ബാക്കിൽ കണ്ടിട്ടില്ല. തേർഡ് റോ എന്ന് പറയുന്നത് കയറാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു കാര്യമായിട്ട് കാണാം. ഞാൻ അതിനകത്ത് കയറാൻ പോവാണ്. കമോൺ. ഈ തേർഡ് റോ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഫോർ കിഡ്സ് ആണ്. ഞാൻ പറഞ്ഞത് 7 സീറ്റർ മേടിക്കാൻ നല്ലത്. അത് എപ്പോഴും ഒന്നുകൂടി പറയാം. കാരണം ഈ സീറ്റ് മറച്ചിട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. പിന്നെ കുട്ടികളെങ്കിലും ഇരുത്തി കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഒരു വലിയ വണ്ടി വാങ്ങുമ്പോൾ 5 സീറ്ററിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഒഴിവാക്കുന്നത്? കൂടാതെ ഇവിടെ നമുക്ക് AC കാണാനുള്ളതാണ്. AC 3 സ്റ്റെപ്പുകളിൽ AC ഉണ്ട്. AC റൂഫ് മോഡറാണ്. ഇവിടെ കപ്പ് ഹോൾഡറുകളുണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. തേർഡ് റോയുടെ കാര്യം പറഞ്ഞു. മിഡിൽ റോയോ, എനിക്കിതിൻ്റെ തൈ സപ്പോർട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു നീ റൂം കൊള്ളാം, ഹെഡ് റൂം നല്ലതാണ്. സ്യൂഡോ ഇൻസെർട്ടുകളും കൂടാതെ ഈ ഒരു കോപ്പർ ആയിട്ടുള്ള കളറും സ്റ്റിച്ചിങ് എല്ലാം ഇതിൻ്റെ കാര്യമായിട്ട് കാണാം. പിന്നെ വേഗൻ ലെതർ എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് ഇണങ്ങിയ ലെതർ എന്നാണ് അർത്ഥമാക്കുന്നത്. നല്ല കാര്യമാണ്. ഇതിൻ്റെ സ്റ്റീരിയോ സിസ്റ്റം നല്ലതാണ്, നല്ല സ്പീക്കേഴ്സൊക്കെ കാണാം. ഇവിടെ നമുക്ക് ആ ഒരു കർട്ടൻ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ പോരായ്മയായിട്ട് പറയാം. പനോറമിക് സൺറൂഫുള്ള വണ്ടിയാണ്. ഈ ഒരു ലൈറ്റ് ഫീൽ, അല്ലെങ്കിൽ എന്താ പറയുക, അത് ഇഷ്ടം പോലെ ലൈറ്റുള്ള ഫീലുണ്ട്. മിഡ്രോയുടെ ആ ഒരു AC വെൻ്റ് എന്ന് പറയുന്നത് ഇതാണോ, ഇവിടെയാണ്. ഈ AC വെൻ്റുകളുടെ ആ ഒരു ഇൻസെർട്ടൊക്കെ കൊള്ളാം. താഴെ നമുക്ക് USB പോർട്ട് ഉണ്ട്. ഇവിടെ മിഡിൽ ഹമ്പ് കാര്യമായിട്ടില്ല, പ്രോമിനൻ്റ് അല്ല. പക്ഷേ നടുവിലെ സീറ്റിൽ ആ ഒരു തൈ സപ്പോർട്ടിൻ്റെ ഒരു കുറവ് കാണാം. ആ ഒരു കുറവ് കൊണ്ട് തന്നെ 3 പേർക്ക് സുഖകരമായിട്ടിരിക്കാൻ പറ്റുമോ വെച്ചാൽ ഇരിക്കാമെന്നേ പറയുന്നുള്ളൂ. എന്തായാലും ഇതിൻ്റെ ഈ ഒരു മിഡിലാണ് അത്യാവശ്യം നല്ലത്. ഇപ്പോൾ ഇതിനകത്ത് ലെഗ് സ്പേസ് ഉണ്ട്. കുറച്ച് ലെഗ് സ്പേസ് കൂടാനുള്ള ഒരു ഓപ്ഷൻ ആ ഒരു സ്ലൈഡിംഗ് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആദ്യം മേടിയുമ്പോൾ മുതൽ പറയുന്നുണ്ട്. ഇതിനകത്തും അത് വന്നിട്ടില്ല എന്നുള്ളതാണ്. സീറ്റ് ബാക്ക് പോക്കറ്റുകൾ കാണാം. റിക്വസ്റ്റ് സെൻസറിലുകൊണ്ട് തന്നെ കീ പോക്കറ്റിലിട്ടാൽ മതി. നമ്മളിത് തുറന്നകത്ത് കയറുമ്പോൾ ഇതിൻ്റെ ആ ഒരു സേഫ്റ്റിയുടെ കാര്യം പറയണം. കാരണം നല്ല വെയിറ്റാണ് ഈ ഡോറൊക്കെ, പറയേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ വന്നാൽ ഈ ഒരു സ്വിച്ചുകൾക്കൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ആ ഒരു സ്വിച്ചിനൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ആ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം. ഇവിടെ ആ ഒരു അൽപൈൻ സൗണ്ട് സിസ്റ്റം എന്ന ലോഗോയുടെ സ്പീക്കറുണ്ട്. ഈ ഒരു ക്രോം ഇൻസൈഡ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കിലില്ല. പിന്നെ യൂറോ കൺട്രോൾസ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് സ്വിച്ചുകളും എല്ലാം കാണാമെന്നുള്ളതാണ്. 8 വേ പവർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്, പവേർഡ് സീറ്റാണിത്. കൂടാതെ വെന്റിലേറ്റർ ഫംഗ്ഷനുണ്ട്. ഈ സീറ്റിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം അത് ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡ് അൽക്കൻഡാര ഇൻസെർട്ടുകളും ഈ ഒരു സ്റ്റിച്ചിങ് എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രീമിയം ഫീൽ വണ്ടിക്കുണ്ട് എന്നുള്ളതാണ്. ഈ ആൽക്കൻഡാര ഇൻസെർട്ട്, ഈ കോപ്പറിൻ്റെ ഈ ഒരു ഇൻസെർട്ട്, ഇവിടെ കാണുന്ന ഈ തീമുകൾ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിട്ട്. ഈ ഒരു സ്ക്രീനും കൊള്ളാം, വലിയ സ്ക്രീനാണ്. ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങളുണ്ട്. വെഹിക്കിൾ ഇൻഫർമേഷനകത്ത് നമുക്ക് സറൗണ്ട് വ്യൂ ക്യാമറ കാണാം. ഈ ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഫോർ ജീപ്പ്. പിന്നെ ആ ഒരു ബാക്കിലെ ക്യാമറ മാത്രമായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യമുണ്ട്. ക്ലോസ് ബട്ടൺ കാണാം ഇവിടെ. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു കാര്യം ഓൾറെഡി പറഞ്ഞിട്ട്, നാവിഗേഷനുള്ള അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം റെസ്പോൺസീവായിട്ട് സ്ക്രീനാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ സ്ക്രീനകത്ത് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വണ്ടിയുടെ ആ ഒരു കാര്യങ്ങളാണ്. ആ റെഡ് ഇങ്ങനെ പോകുന്നത് ക്യാമറയുടെ പ്രശ്നമാണ് കേട്ടോ, ഇതിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, ആക്റ്റീവ് ലൈൻ മാനേജ്മെൻറ്റ്, ട്രാഫിക് സൈൻ അസിസ്റ്റ് വാണിംഗ്, പാർക്ക് സെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും കാണാം. അത്യാവശ്യം വേണ്ടുന്ന അഡാസ് സംവിധാനങ്ങളൊക്കെ തന്നെയുള്ള ഒരു വണ്ടിയാണ് ജീപ്പ് മെറിഡിയൻ ഇപ്പോൾ എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്ക് ESP ഓഫ് ചെയ്യാനുള്ളതും ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും അതുപോലെ ആ ഒരു ലൈൻ കീപ്പ് അസിസ്റ്റ് ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ കാണാം. പാർക്ക് സെൻസർ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. പാസഞ്ചർ എയർ ബാഗിൻ്റെ വാണിംഗ് ആണിത്. AC വെൻ്റുകൾക്ക് ഈ ഒരു സുനയുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ആ ഒരു എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാം. ഓട്ടോ AC എന്ന് പറയുന്നത് നമുക്ക് കാണാം, ആ ഒരു ACയുടെ ആ ഒരു കൺട്രോൾസ് കാണാം. സോഫ്റ്റ് ടച്ചാണ് ഈ ബട്ടൺസൊക്കെ. ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ആ ഒരു നോബാണ്. ഇവിടെ PRND അറിയാലോ, പറയേണ്ട കാര്യമില്ല. ഇവിടെ ഹിൽ ഡിസൈൻ കൺട്രോളും 4 വീൽ ഡ്രൈവ് ലോക്കും കാണാം. 4 വീൽ ലോ കൂടിയുള്ളൊരു മോഡലാണ്. ഇത് 4x4 ആണ്. ഇവിടെ ഡ്രൈവ് മോഡ് കൂടി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാൻഡ്, മഡ്, സ്നോ, ഓട്ടോ എന്നുള്ള മോഡുകളുണ്ട് എന്നുള്ളതാണ്. കപ്പ് ഹോൾഡർ കാണാം. ഈ കപ്പ് ഹോൾഡർക്കാരൊക്കെ പറഞ്ഞേക്കാൾ കൂടുതൽ ഈ ഒരു ഇൻസേർട്ടുകൾ തീർത്തും ഭംഗിയുണ്ടെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ആംബ്രസ്റ്റിനകത്ത് അത്യാവശ്യം ആ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ കീ വെക്കാനായിട്ടൊരു പ്രോപ്പർ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ജീപ്പ് മെറിഡിയൻ്റെ കീ എന്നുള്ളതാണ്. ഇനി ഇൻഡക്ഷൻ ചാർജിങ് കൂടി ഈ ഒരു വണ്ടിക്കകത്ത് കാണാം. ഈ ഒരു ഡെഡിക്കേറ്റഡ് മ്യൂട്ട് ബട്ടൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വോളിയം ബട്ടൻ്റെ മുകളിൽ കൊടുത്ത ഈ ഒരു ക്രോം ഇൻസെർട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ട്യൂണിൻ്റെ ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ ഓഫ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്ക്രീനിൻ്റെ പ്ലേസ്മെൻറ്റ് ഇഷ്ടപ്പെട്ടു. ആ സ്പീക്കർ കൊള്ളാം. ഈ മിറർ ഓട്ടോ ഡിമ്മിങ് ആണെന്നുള്ള കാര്യമാണ്. ഈ സ്വിച്ചുകളുടെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ലൈറ്റുകൾ LED ആണെന്നുള്ളത് നല്ല കാര്യമാണ്. ഇവിടെ നമുക്ക് ആ ഒരു ഓട്ടോ അല്ലെങ്കിൽ ആ ഒരു മാനുവലായിട്ട് നമുക്ക് ആ ഒരു സൺറൂഫ് തുറക്കുന്ന ബട്ടൺ കാണാം. ഇത് ബൂട്ട് ഓപ്പണിംഗ് ആണ് ഇവിടെ വെച്ചത്. ഒരു ഇത്തിരി ഫ്ലൈറ്റ് പോലെ തോന്നി, പൈലറ്റിൻ്റെ ആ ഒരു കൺട്രോൾ പോലെ. ഇവിടെ ആ ഒരു മിററിന് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡ്രൈവർ സൈഡിലും അതേ സംഗതി കാണാവുന്നതാണ് കേട്ടോ.
മറ്റു വണ്ടികൾ കാണാത്ത ഹാൻഡിലുകൾ ഡ്രൈവർക്കും ഉണ്ടെന്നുള്ളത് ജീപ്പ് മെറിഡിയൻ്റെ ഒരു കാര്യമായിട്ട് കാണാം. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് റീച്ചും ടിൽറ്റും അഡ്ജസ്റ്റ് ആവുന്ന സ്റ്റിയറിംഗ് ആണ്. കൂടാതെ ജീപ്പിൻ്റെ ലോഗോ ഉണ്ട്. ഇതാണ് ആ ഒരു ഇൻസേർട്ടുകൾ. ഇവിടെ ആ ഒരു അഡാസ് സെറ്റിങ്സ് കാണാം. ഇവിടെ നമുക്ക് ആ ഒരു കൺസോളിൻ്റെ ആ ഒരു സെറ്റിങ്സ് കാണാം. നമുക്ക് ഒരുപാട് വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആ ഒരു കൺസോളാണ്. അതിന് നമ്മൾ കവറിലുണ്ട്, കൂടുതലായിട്ട് ഞാൻ കാണിക്കുന്നില്ല. സ്റ്റിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ഓരോരോ കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ്. അഡാസ് അല്ലെങ്കിൽ ആ ഒരു ആവറേജ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് മീറ്റർ, നമ്മുടെ ഏത് മോഡാണ് കിടക്കുന്നത്, ഓട്ടോമാറ്റിക് ആണോ, ഫുള്ളാണോ, ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവ് ആണോ, റോഡ് കണ്ടീഷൻ എന്താണ്, ടയർ സ്റ്റാറ്റസ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷനുള്ള ഒരുപാട് തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു ക്ലസ്റ്ററാണ് ജീപ്പ് മെറിഡിയൻ്റെ എന്നും പറയാം. ജീപ്പിൻ്റെ മെറിഡിയൻ 2025 മോഡലിൽ വന്ന മാറ്റങ്ങൾ സ്വാഗതാർഹ. പ്രത്യേകിച്ചും അഡാസ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓവർലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ്, 4 വീൽ ഡ്രൈവുള്ള വേരിയൻറ്റ് എന്ന് പറയുന്നത് തീർത്തും യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു ഓവർലാൻഡ് പോകുന്ന ആളുകൾക്ക്. പ്രത്യേകിച്ചും ഇപ്പോൾ സീറ്റിൻ്റെ മുകളിൽ ഓവർലാൻഡ് ലോഗോ കണ്ടു. പിന്നെ ഇതിൻ്റെ വാല്യൂം അത്യാവശ്യം കുറഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ 25 lakhs എന്ന് പറയുന്ന ഒരു പ്രൈസിന് മെറിഡിയൻ്റെ ആ ഒരു ബേസ് മോഡൽ മാനുവൽ കിട്ടുന്നത് 28 ലക്ഷത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഓട്ടോമാറ്റിക് എക്സോറുമാണ് പറയുന്നതെങ്കിലും കിട്ടുന്നുള്ളതും ശരിക്കും വണ്ടി കുറച്ചുകൂടി ജനകീയമാക്കാൻ സഹായിക്കുമെന്ന് കരുതാണ്. ആ വണ്ടി ഓടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ കാര്യമായിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 വീലിൻ്റെ സസ്പെൻഷനുകളുടെ ഒരു മികവാണ്. പിന്നെ എഞ്ചിൻ എന്ന് പറയുന്നത് ആ ഒരു 2 ലിറ്റർ ഫിയറ്റ് മൾട്ടിജെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത് തീർത്തും മികച്ചൊരു എഞ്ചിനാണെന്നുള്ള കാര്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അഡാസ് ക്യാമറ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ആ ഒരു മുകളിലെ റൂഫ് റെയിലിൻ്റെ മുകളിൽ ആ ഒരു കാരിയറൊക്കെയുള്ള കണക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഈ വണ്ടിക്ക് പ്രത്യേകമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. എനിക്ക് മൊത്തത്തിൽ ജീപ്പ് മെറിഡിയൻ്റെ പുതിയ മാറ്റങ്ങൾ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ഒരു വണ്ടി ഒന്ന് ചെറുതായിട്ട് ഓടിക്കാം. അധികം ഓടിക്കുന്നില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഓടിക്കുമ്പോൾ ഒരു ഇത്തിരി കാര്യങ്ങളോട് പറയാം. ഇവിടെ ആ ഒരു ഫ്രണ്ട് ക്യാമറ ഓടിയുണ്ട് കേട്ടോ. ഇത് ഓവർലാൻഡ് ആണല്ലോ, 4x4. അതുകൊണ്ട് തന്നെ ഇവിടെ ഓവർലാൻഡ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നമുക്ക് സീറ്റിൽ കാണാം. ഈ ഒരു സീറ്റിൻ്റെ അപ്പോൾസ് എനിക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ജീപ്പ് മെറിഡിയൻ വന്ന സമയത്ത് ഇത് ഓടിക്കാനായിട്ട് ട്രിവാൻഡ്രം പോയി. അതാണ് ഈ വണ്ടിയുടെ അന്നത്തെ ഡിസൈറബിലിറ്റി നടന്നത്. പക്ഷേ പ്രൈസ് കുറച്ച് ഓവറായതുകൊണ്ട് ആളുകളിലേക്ക് എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. പക്ഷേ ഇപ്പോൾ ആ ഒരു വില കുറച്ച് വന്നു, വേരിയൻറ്റിൽ കൂട്ടി, അതായത് 5-7 സീറ്ററുകളായി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസിലി ഇപ്പോൾ ആളുകളിലേക്ക് എത്താൻ ജീപ്പ് മെറിഡിയന് കഴിയുന്നതാണ്. ഇപ്പോൾ കോമ്പസിൽ കണ്ട ആ ഒരു എഞ്ചിനും ഗിയർ ബോക്സൊക്കെ തന്നെയാണ്. എന്നാലും ഇതിൻ്റെ ഒരു വലിപ്പവും ഇതിൻ്റെ ഒരു ചരവക്കിയുടെ ലുക്കൊക്കെ കൂടി ചെയ്തിട്ട് കുറച്ചുകൂടി പ്രീമിയം ഫീൽഡിലൊരു വണ്ടി. പ്രത്യേകിച്ചും ഈ ഒരു ഓവർലാൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് നല്ല ഡിസൈറബിളായിട്ട് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഡിസൈറബിൾ വന്ന ഡിസൈറിൻ്റെ വീഡിയോ കഴിഞ്ഞ് വന്നുള്ളതുകൊണ്ടാണ്. എന്നാലും എനിക്ക് തോന്നുന്നു നല്ല ആൽക്കൻഡാര, നല്ല വെഗൻ ലെതർ, നല്ല സീറ്റിംഗ് പോസ്റ്റർ, നല്ല ആ ഒരു പ്രീമിയം റൈഡ് ക്വാളിറ്റി, ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചെയ്തിട്ടുണ്ട്. ഒരു SUV നോക്കുമ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോ പറഞ്ഞാൽ ഗ്ലോസ്റ്ററിനേക്കാളും അല്ലെങ്കിൽ ഫോർച്യൂണറിനേക്കാളും ഒക്കെ മികവുള്ളൊരു വണ്ടിയാണ് ഈ ഒരു മെറിഡിയൻ എന്നുള്ളതാണ്. എനിക്ക് ഈ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ഇഷ്ടമാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് മൾട്ടി ജെറ്റ് എഞ്ചിനെ പരിചയപ്പെടുത്തേണ്ട കാര്യം അല്ലെങ്കിൽ എഞ്ചിനെ കുറിച്ച് കൂടുതൽ തന്നെ വിവരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു എഞ്ചിനാണ്. എല്ലാവരും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു എഞ്ചിനാണ്, ചെറിയ സൈസ് ആണെങ്കിലും. അപ്പോൾ ഈ ഒരു 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് കാല് കൊടുത്താൽ പറന്ന് കയറി പോകുന്ന ഒരു ഫീലുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. തീർത്തും ഒരു മികച്ച വണ്ടിയായിരുന്ന മെറിഡിയൻ എന്തുകൊണ്ടും ആളുകളിലേക്ക് എത്താൻ ഒത്തിരി ഒരു വിമുഖത കാണിച്ച മെറിഡിയന് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കിട്ടി, കുറച്ചും കൂടി ആ ഒരു അഡാസ് പോലുള്ള കാര്യങ്ങൾ കിട്ടി, കുറച്ചും കൂടി നല്ല ആ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള കൂടുതലും ആ ഒരു വേരിയൻറ്റുകൾ കിട്ടി, ഓവർലാൻഡ് പോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ലെതറും അല്ലെങ്കിൽ ആ ഒരു അൽക്കൻഡാരൊക്കെ വന്നു, പ്രീമിയമായി. അപ്പോൾ എന്തായാലും വണ്ടി നോക്കുകയാണെങ്കിൽ ഒരു ഫോർച്യൂണറിന് പകരം ഒരു ഗ്ലോസ്റ്ററിന് പകരം ഇനി വേണ്ട കുറച്ചും കൂടി പ്രീമിയം വണ്ടികൾക്ക് പകരമൊക്കെ നോക്കാവുന്ന ഒരു ലെവലിലേക്ക് ജീപ്പ് മെറിഡിയൻ മാറിയെന്ന് വെച്ചാൽ മാറി എന്നാണ് എനിക്ക് തോന്നിയത്. 5 സീറ്ററിൻ്റെ ആ ഒരു മിഡിലോ കുറച്ചുകൂടി പിന്നോക്കമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. അത് മാത്രമാണ് ആകെ ഒരു തോന്നലായിട്ട് വന്ന കാര്യം. ബാക്കിയെല്ലാം ഓക്കെയാണ്. നല്ല മൈലേജ് ഉണ്ട്, നല്ല ആ ഒരു പവർ ഡെലിവറിയാണ്. അപ്പോൾ തീർത്തും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട വണ്ടിയാണ്, ഓടിച്ചു നോക്കേണ്ട വണ്ടിയാണെന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പതിവ് പോലെ ഈ ഒരു വണ്ടിയും ഇഷ്ടപ്പെട്ടു, വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതാണ്. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.